ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണ് എല്ലാവരും പരിപാടി? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നെനിക്ക് ദോശയും ചട്നിയും സാമ്പാറും ആയിരുന്നു. ഇത് ഇന്നലെ ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ ആണ്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണാത്തവർ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏലക്ക, കറുവ, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ പിന്നെ ഈ സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സവോള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എരിവിന് ആവശ്യത്തിനുള്ള പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് അതിനകത്ത് കിടന്ന് വെന്ത് പൊടിഞ്ഞോളും. അപ്പം നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എരിവൊന്നും കുഴപ്പമില്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ നമ്മൾ ഈ എണ്ണയിൽ പൊട്ടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇടാം. നമ്മൾ പൊട്ടറ്റോ ആണെങ്കിലും ക്യാരറ്റൊക്കെ ആണെങ്കിലും സെയിം സൈസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വെന്ത് പൊടിഞ്ഞു പോകാതെ അങ്ങനെ തന്നെ സ്റ്റൂവിൽ വെന്ത് കിടക്കും കേട്ടോ. എനിക്ക് പൊതുവെ അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. എനിക്ക് വെന്ത് കുഴയുന്നത് ഒന്നും കറികൾക്ക് വെന്ത് കുഴഞ്ഞ് പൊടിഞ്ഞു പോകുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ആയിട്ട് തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ കിട്ടുന്നതാണ് കൂടുതലിഷ്ടം. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നാം, പക്ഷെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കറി. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും ചേർക്കാം കേട്ടോ. ഉപ്പ് ഞാൻ എടുത്ത ആ ക്ലിപ്പ് മിസ്സായിപ്പോയെന്ന് തോന്നുന്നു. സോറി കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നിട്ട് നമ്മൾ എൻ്റെ കൂടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ നമ്മൾ കുറച്ച് ഉപ്പിൽ വേവിച്ച്, അതായത് ഉപ്പിട്ടിട്ട് വേവിച്ച് അത് പറ്റിച്ചെടുത്ത് ചിക്കൻ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇന്ന് എനിക്കിപ്പോൾ രാവിലെ കുറച്ച് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് പിന്നെ ചിക്കൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. പെട്ടെന്ന് ഞാൻ ഫ്രീസറിനുള്ളിലായിരുന്നു അന്ന് ചിക്കൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് ചിക്കൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത് എല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ 1-ാം പാല് 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-ാം പാൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ തേങ്ങ തിരുമ്മി പാലെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടയിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും, മാഗിയുടെയൊക്കെ. നിങ്ങൾക്കത് മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലെങ്കിലും പാല് വേണം, എന്നാലേ നമ്മളുടെ ഈ പീസസും കാര്യങ്ങളും എല്ലാം ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഈ ചിക്കനിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. എല്ലാം കൂടെ മിക്സായി വരുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും പാല് എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ആവശ്യത്തിന് മാത്രം തേങ്ങ അരയാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി വെള്ളമെല്ലാം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റും, ഒരുപാട് വെള്ളം ഒഴിക്കാത്തത്. അപ്പോൾ അതേ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ടിനി നമ്മൾ ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണോ. 2-ാം പാലല്ല, വെരി സോറി, 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനിയും ഒരുപാടിട്ട് തിളപ്പിച്ച് വേവിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്നിങ്ങ് പിന്നെ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ മമ്മിയുടെയും അമ്മച്ചിയുടെയൊക്കെ റെസിപ്പിയാണ് കേട്ടോ ഞാനും ഫോളോ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നെന്ന്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബ്രെഡിൻ്റെയും പിന്നെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ്. ഇനി ചപ്പാത്തിയുടെ കൂടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. എന്നാലും കൂടുതലും എനിക്കിഷ്ടം ഇതൊക്കെ ബ്രെഡിൻ്റെയും പിന്നെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ.
എനിക്ക് ചിക്കനും മട്ടണും സ്റ്റൂ ആണ് കൂടുതൽ ഇഷ്ടം. ബീഫിനോട് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. കൂടുതലും ഇഷ്ടം മട്ടണും ചിക്കനും സ്റ്റൂ തന്നെയാണ് കേട്ടോ. രാവിലെ എണ്ണീറ്റ് നമ്മൾ അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിക്കുന്നതൊരു പ്രത്യേക വൈബാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ. വെജ് സ്റ്റൂ ആണെങ്കിലും ഓക്കെയാണ്, എന്നാലും കൂടുതൽ ഇഷ്ടം ചിക്കനും മട്ടൺ സ്റ്റൂ ആണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല രസമുണ്ടല്ലേ കാണാനുള്ളതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല, ഇതെൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ കൂട്ടുള്ള ഗരം മസാലയാണ്. ഈ ഗരം മസാലയുടെ കൂട്ട് വേണമെങ്കിൽ ഞാനൊരു ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ കറികളുടെ എല്ലാം ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ഭയങ്കര ടേസ്റ്റാണ് മമ്മിയുടെ ഗരം മസാല ഇടുമ്പോൾ ചിക്കൻ കറിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയും ഞാൻ ഉടനെ തന്നെ ചെയ്യാമേ.